ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തന്ന് വൈകുന്നേരം ഇനി അടുത്ത പരിപാടി റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത് പോകാൻ പോകുന്നത് റിസപ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയായി ഇറങ്ങി. മീനുക്കുട്ടി ഇതാ റെഡിയായിട്ട് നിൽപ്പുണ്ട്. റിസപ്ഷൻ നടക്കുന്നത് കൂപ്പ് പള്ളിയുടെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഒരുപാട് വീഡിയോസിൽ വന്ന ഒരു പള്ളിയാണല്ലേ കൂപ്പില ഈ പള്ളി എന്ന് പറയുന്നത്. പെൺകുട്ടിയും പയ്യനൊന്നും എത്തിയിട്ടില്ല, റിസപ്ഷൻ തുടങ്ങാറായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ പുറത്ത് എല്ലാവരും ഒക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. എല്ലാവരും പിന്നെ റെഡി ആവാനൊക്കെ വീട്ടിലൊക്കെ പോയി ഇനിയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ മീനുക്കുട്ടിക്ക് ഇവിടെ കുരിശടിയിലൊക്കെ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കുരിശടിയിലൊക്കെ ഒന്ന് കയറി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് ഇതാണ് അവിടുത്തെ കുരിശടി, ഗീവർഗീസിന്റെ കുരിശടി. അതെ, നമ്മളിങ്ങനെ എന്നിട്ട് നിന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി വരുന്നത് കണ്ടല്ലേ, ഇവിടെ താറങ്ങനെ ഇറങ്ങി വരുന്നു. വണ്ടി വരുന്നു. അപ്പൊ പയ്യനും പെൺകുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ റിസപ്ഷനൊക്കെ തുടങ്ങാറായി. ഇപ്പൊ ഒരു 4 മണി കഴിഞ്ഞല്ലേ? അതെ, 4 മണി കഴിഞ്ഞു. ഇപ്പം അങ്ങനെ നമ്മുടെ റിസപ്ഷന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നമ്മുടെ തട്ടകത്തിലേക്ക് പെൺകുട്ടി ഇതൊക്കെ അല്ല, ഇവിടെ പള്ളിയിലുള്ളതല്ല, ഇതൊക്കെ കല്യാണ ആവശ്യങ്ങൾക്ക് ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ ഇത് ചെയ്ത കാനൽ കാറ്ററിംഗ് സർവീസ് ആണ് ഇന്നത്തെ സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഷാജി ചേട്ടൻ, നമ്മുടെ ഒരു ചേട്ടൻ തന്നെയാണ്. ഇത് നമുക്ക് ഇവിടെ വെച്ച് നടത്തുന്ന കല്യാണങ്ങൾക്ക് സ്റ്റേജ് ഇങ്ങനെ കെട്ടിയെടുക്കുന്നതാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടും കെട്ടിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചേട്ടനും നമ്മളെല്ലാവരും വന്നല്ലേ സംസാരിച്ചിരുന്ന സമയത്ത് അമ്മ എത്തി. എൻ്റെ അമ്മ, ചേച്ചി, ചേട്ടൻ, കുഞ്ഞുങ്ങളെല്ലാവരും എത്തി കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും പിന്നെ അവരെയൊക്കെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരുമായിട്ട് ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് നിന്ന് ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. കല്യാണമൊക്കെ ആകുമ്പോൾ എന്നാണല്ലോ ഇങ്ങനെ കൂടുതലും വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നത്. പിന്നെ അവിടെ പെൺകുട്ടി അവരെത്തിയത് കൊണ്ട് പിന്നെ അവിടെ ഫോട്ടോ എടുപ്പും ഗിഫ്റ്റ് കൈമാറ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് അതും നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ. അപ്പം നമ്മളിതാ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയതാണേ. അപ്പം എന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ അവരോടൊപ്പം നിന്ന് എടുത്തതിന് ശേഷം പിന്നെ ഇതാ ഫുഡ് കഴിക്കാനായിട്ടൊന്ന് ചേട്ടൻ ഇരിക്കുന്നില്ല, അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അമ്മയുടെ കൂടെ ഇരുന്നു കേട്ടോ. ഉമ്മ വരാത്തോണ്ടാണ് കേട്ടോ. മീനുകുട്ടി ഞാനൊക്കെ ഞങ്ങളായിരുന്നു ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു അല്ലേ? നല്ല ബിരിയാണിയും കപ്പ, ചപ്പാത്തി, സൂപ്പർ ഫുഡായിരുന്നു. മാത്രമല്ല ജനസാഗരമായിരുന്നു, അതാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ നല്ല ആളുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മള് ചേട്ടനും ഫുഡ് സെർവ് ചെയ്യാനൊക്കെ പോയി, അതിൻ്റെയൊക്കെ തിരക്കിലായി പോയി. പിന്നെ ഞങ്ങളും തിരക്കായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞ് DJ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു, കൊച്ചു കുട്ടികളുടെ DJ പാർട്ടി. കോപ്പിറൈറ്റ് ആണ്, നമ്മൾ വോളി ഇടുന്നില്ലേ. DJക്ക് വേണ്ടി അവരെല്ലാം സെറ്റപ്പ് ചെയ്തെങ്കിലും പയ്യന്മാരൊന്നും ഇറങ്ങിയില്ല കേട്ടോ. അതെ, അപ്പൊ കുഞ്ഞു മക്കളങ്ങ് ഇറങ്ങി. മീനുട്ടി ആദ്യം ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. മീനുട്ടി പിന്നെ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നല്ല പാട്ടൊക്കെ ഉണ്ടല്ലേ, നല്ലൊരു ഓളം വരുന്നു. ഇത് രാത്രിയാണ് കേട്ടോ. രാത്രിയായി. അങ്ങനെ തകൃതിയായിട്ട് ഒരു കല്യാണ റിസപ്ഷനും അങ്ങനെ കഴിഞ്ഞു അല്ലേ. രാത്രി പിന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ഇതാണ് കേട്ടോ. പിന്നെ നമ്മളെ ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഘട്ടത്തിലായപ്പോഴത്തേക്ക് എൻ്റെ വരീച്ചൻ്റെ ഇളയ വരീച്ചനും ഒരു ടീമൊക്കെ വന്നായിരുന്നു. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു ആ വീഡിയോ. പിന്നെ ചേച്ചിയാരൊക്കെ തടന്നു വന്നിരിക്കുക, എല്ലാവരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കൊക്കെ ഒഴിഞ്ഞ് എല്ലാവരും ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലൊക്കെ പോകാനുള്ള അതിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണല്ലേ. അതെ അതെ. അങ്ങനെ കൂട്ടുകാരെ കല്യാണവും റിസപ്ഷനും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. താങ്ക് ഫോർ വാച്ചിങ്.